ട്രംപ് വളരെ ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറിയപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, ഇനി ചൈന എന്തെല്ലാം നാശമാണ് ലോകത്തിലേക്ക് വിതയ്ക്കാനായിട്ട് പോകുന്നത് എന്ന് ദൈവത്തിനു മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വിഷയമായിരുന്നു അത്. ഇപ്പോഴിതാ HMPV വൈറസ് ചൈനയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസകോശ രോഗികൾ വർദ്ധിക്കുന്നു. ഹ്യൂമൻ മെറ്റ വൈറസ് ആശങ്കയോടുകൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മരുന്നില്ല എന്ന് പറയപ്പെടുന്നു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ചൈനയുടെ വടക്ക് ഭാഗങ്ങളിലാണ് കൂടുതൽ രോഗവ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ ഇത് കണ്ടമാനം അറ്റാക്ക് ചെയ്യുന്നു. പ്രായമായവരിൽ ഇത് ശക്തമായിട്ട് മരണത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ കുട്ടികളിൽ ഇത് വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു. ഈ HMPV വൈറസ് 2001 ആദ്യമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടത്. ഞാൻ ചിന്തിക്കുകയാണ്, 25 വർഷത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ പുതിയ പുതിയ രോഗങ്ങളൊക്കെ ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്താണ് ചൈനയിൽ നിന്ന് മാത്രം ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണ്? നമുക്കറിയാം, കോവിഡ് വന്ന് ഇന്നും അതിനകത്തുനിന്നും മുക്തി നേടാത്ത പല ദേശങ്ങളുണ്ട്. മനുഷ്യനൊക്കെ സാധാരണ ജീവിതത്തിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡിൻ്റെ പിന്നിൽ 2 രാജ്യങ്ങൾ ആണ് ശരിക്കും കളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര സംബന്ധമായിട്ട് വലിയൊരു യുദ്ധം നടന്നിരുന്നു. അങ്ങനെ ട്രംപിൻ്റെ അവസാന സമയമായപ്പോൾ ട്രംപിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആയിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിക്കുകയുണ്ടായി. കാരണം ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു, ലോകം മൊത്തം ലോക്ക്ഡൗണിലേക്ക് പോകുന്നു. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രായമായവർ, ഏറ്റവും കൂടുതൽ ആ ദേശത്തുള്ളവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒറ്റ കാരണം കൊണ്ടാണ് ട്രംപ് പിന്നീട് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയത്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചർച്ച തന്നെ ഉണ്ടായി. അപ്പോൾ ഇതാ വീണ്ടും ട്രംപ് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് കയറിയപ്പം വീണ്ടും ഇതാ പുതിയ വൈറസ് വളരെ ശക്തമായിട്ട് പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ലോകം വളരെ ആശങ്കയോടാണ് കാണുന്നത്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെപ്പറ്റി ഒന്നും തന്നെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനിത് ഈ എപ്പിസോഡ് ചെയ്യുന്നത് ജനുവരി 4, 2025 രാവിലെ 11 മണിക്കാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഈ നിമിഷം വരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കോവിഡ് വന്ന് എത്രയോ പേരാണ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടത്. അങ്ങനെ ലോകം ഒരു ക്രമത്തിലോട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് ഈ ജനുവരി മാസം 20 ട്രംപ് വീണ്ടും അധികാരമേൽക്കുന്നു. അതിന് തൊട്ടു മുന്നമേ ഇങ്ങനെയുള്ള വൈറസുകൾ ചൈനയിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രാർത്ഥിക്കുക. വളരെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. കാരണം ഇനിയൊരു ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുന്നത് എല്ലാ രാജ്യത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് പൊതുജനങ്ങളെയൊക്കെ സംബന്ധിച്ചും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് വളരെ തിടുക്കത്തിൽ സമയമില്ലാഞ്ഞിട്ടുകൂടെ നിങ്ങളിലേക്ക് ഈ ഷോർട്ട് മെസ്സേജ് കൈമാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും വളരെ പ്രാർത്ഥിക്കണം. കാരണം ഇത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആണ്
നമ്മൾ ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. 2025 പ്രതീക്ഷയോടെ നമ്മൾ പ്രവേശിച്ചതാണ്. എന്നാൽ ലോകം മുഴുവൻ ഒരു ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മുൻപിൽ കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ് വിടാനായിട്ട് ഞാൻ നിർബന്ധിക്കപ്പെട്ടത്. എല്ലാവരും വളരെ പ്രാർത്ഥിക്കുക. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും സ്വർഗസ്ഥനായ ദൈവം അതിനെല്ലാം ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.